കലോത്സവത്തിന്റെ രണ്ടാം ദിനമായ ഇന്ന് വേദികളിൽ ജനപ്രിയ മത്സരങ്ങൾ അരങ്ങേറുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി കലോത്സവ നഗരിയിൽ നിന്നും സ്വാതി സന്തോഷുണ്ട്. സ്വാതി, ഏതൊക്കെ മത്സരങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? ഒപ്പം തന്നെ പോയിന്റ് നിലയും എങ്ങനെയാണ്? കീർത്തി സൂചിപ്പിച്ച പോലെ തന്നെ ജനകീയ മത്സരങ്ങൾ തന്നെയാണ് ഇന്ന് ഓരോ വേദിയിലും നടക്കുന്നത്. ഇന്നലത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ രണ്ടാം ദിനത്തിൽ വലിയ തരത്തിലുള്ള ഒഴുക്ക് ഓരോ വേദിയിലേക്കുമുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് രണ്ടാം വേദിയായിട്ടുള്ള സോപാനം ഓഡിറ്റോറിയത്തിലാണ്. ഇവിടെ നാടക മത്സരം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നാടകത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൊല്ലംകാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കല കൂടിയാണ് നാടകം. അതുകൊണ്ട് നാടകം എവിടെയുണ്ടോ അവിടേക്കൊക്കെ ഒഴുകിയെത്തുന്നൊരു സ്ഥിതിയുണ്ട്. ഇവിടെയും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വേദികളും നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നാടകം കഴിഞ്ഞ് രണ്ട് ടീം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ വലിയ തരത്തിലുള്ള സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജനങ്ങൾ ഈ നാടകത്തെ ഏറ്റെടുത്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലാണ് പ്രേക്ഷകരുടെയും കാണികളുടെയൊക്കെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ഇപ്പോൾ 2-3 നാടകങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു. രണ്ടാം ക്ലസ്റ്ററിലേക്ക് കടക്കുമ്പോൾ ഇതിലും വാശിയേറിയ പോരാട്ടങ്ങൾ നാടകത്തിൽ തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. വ്യത്യസ്ത വൈവിധ്യങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയത്തെ തന്നെയാണ് കുട്ടികൾ ഈ വേദികളിലൊക്കെ അവതരിപ്പിക്കുന്നത്. അതിനെയൊക്കെ നിറഞ്ഞ സദസ്സ് കയ്യടികളോടെ സ്വീകരിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഓരോ പോയിന്റ് നിലന്ന് വെച്ച് നോക്കുമ്പോൾ ഓരോ നിമിഷവും ഇഞ്ചോടിഞ്ച് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടും കണ്ണൂരും തൃശ്ശൂരും നമ്മുടെ കൊല്ലവും ഒക്കെ തന്നെ വലിയ മത്സരങ്ങൾക്കായി തയ്യാറാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം നാടകത്തിലെ കൂട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ നാടക മത്സരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയവരാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. വന്നോളൂ. ഇതിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കോഴിക്കോട് നിന്നുള്ള കൂട്ടുകാരാണ്. അവരിപ്പോൾ നാടകം കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. വലിയ സദസ്സ് തന്നെയാണ് ഇവരെ നാടകം കഴിഞ്ഞിറങ്ങിയപ്പോൾ സ്വീകരിച്ചത്. ഇതിൻ്റെ മെയിൻ കഥാപാത്രം എൻ്റെ തൊട്ടിപ്പുറത്ത് നിൽപ്പുണ്ട്, ഒളിഞ്ഞു നിൽക്കുവാണ്. അവനെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. വാടാ. യദു ആണ്. യദു, നേരത്തെ ഞാൻ ചോദിച്ചു, യദു നീയല്ലേ ഇതിനകത്തെ മെയിൻ ആൾ എന്ന് ചോദിച്ചപ്പോൾ ഇവ സമ്മതിക്കത്തില്ല. എൻ്റെ ടീം അംഗങ്ങളാണ് ഇതിൻ്റെ മെയിൻ ആൾ എന്നാണ് അവൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെയാണ് എപ്പോഴും നാടകത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഒരു ടീമിൻ്റെ വിജയമാണ്. ഒരു ടീം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ച് തന്നെയാണ് ഈ നാടകത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം. യദു, എങ്ങനെ ഉണ്ടായിരുന്നു നാടകം? എന്ന് വെച്ചാൽ നമ്മൾ കളിച്ചിറങ്ങുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് തോന്നാറുണ്ട്, പ്രത്യേകിച്ചും നിറഞ്ഞൊരു സദസ്സ് അല്ലെ? കൊല്ലം നിങ്ങൾ ആ തരത്തിലാണ് സ്വീകരിച്ചത്. അപ്പോ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ നാടകം? നല്ല സന്തോഷമുണ്ട്. കാരണം ഇത്ര ഞാൻ മുന്നേ അറിഞ്ഞിരുന്നു സ്റ്റേറ്റ് കലോത്സവം ആയതുകൊണ്ട് തന്നെ നല്ല ആൾക്കാർ നിറഞ്ഞ സദസ്സ് ഉണ്ടാവും, ഒരുപാട് നാടകക്കാരും ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും എന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ ഇത്ര ഒരു ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റേറ്റിൽ വരുന്നത്, ജില്ലയിൽ പോലും എത്തുന്ന ആദ്യമായിട്ടാണ്. അങ്ങനെ അപ്പം ഇങ്ങോട്ടെത്തിയപ്പോൾ വലിയൊരു സന്തോഷം, നല്ലൊരു സന്തോഷമുണ്ട്. അതും ഈ ടീമിൻ്റെ ഒക്കെ ഒപ്പം എത്തുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ പ്രധാനികളുണ്ട് ഈ നാടകത്തിൽ. ഇവിടെ നിൽക്കുന്നവരെല്ലാം മികച്ച നടിയും മികച്ച നടന്മാരും ഒക്കെയാണ്. ഒരാളെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇവരുടെ നാടകം എന്ന് പറയുന്നത് കുമരു എന്ന് പറയുന്ന നാടകം അല്ലേ? അത് ഒരു നമ്മുടെ സ്വത്വബോധത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന ഒരു സ്ട്രെസ്സാണ്. ഒരു സൈക്കോളജിക്കൽ രീതിയിലൊക്കെയാണ് നാടകം എടുത്തു വച്ചിരിക്കുന്നത്. അപ്പം ആ നാടകത്തിൻ്റെ മെയിൻ ആൾ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവരിലേക്കൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. ഇത് എമിൽ ചേട്ടനാണ്, നമ്മുടെ സുഹൃത്ത് കൂടിയാണ്. അപ്പോൾ കുട്ടികൾ നന്നായി നാടകം ചെയ്തിട്ടുണ്ട്. എന്ത് തോന്നുന്നു ഇത് കണ്ടിറങ്ങിയപ്പോൾ? തീർച്ചയായിട്ടും വലിയ സന്തോഷം തന്നെ. ഞാനിപ്പോൾ എല്ലാവരോടും അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെങ്ങനെ ഒരു നാടകം, എന്തിനാണ് മനുഷ്യർ നാടകം ചെയ്യാൻ വരുന്നത്? ആത്യന്തികമായിട്ട് നമുക്ക് കിട്ടുന്ന സന്തോഷമാണ്. അപ്പോൾ ആ സന്തോഷത്തെ കണ്ടെത്താനുള്ളൊരു യാത്രയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ നാടക പ്രവർത്തനം. അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും കൂട്ടമായിട്ട് ഒന്നിച്ച് നടത്തുന്നൊരു യാത്രയാണ്. അതിൽ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. അതെ, അത് ഞങ്ങളുടെ സന്തോഷം കാണുന്ന പ്രേക്ഷകർ കൂടെ കിട്ടുമ്പോൾ അത് കൂടുതൽ സന്തോഷമായി. ശരി, സ്വാതിയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്.